أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا. وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا. صدق الله العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ എത്ര ബുദ്ധിയുള്ള ആളായാലും എത്ര നിപുണനായാലും സ്വന്തമായി ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴി, ശരിയായ വഴി ഏതാണ് എന്ന് കണ്ടെത്തി പ്രവർത്തിച്ച് വിജയിക്കുക സാധ്യമാവാത്ത നിലയിലാണ് മനുഷ്യന്റെ സൃഷ്ടി. മനസ്സിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അടിസ്ഥാന ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രായോഗിക ജീവിതത്തിലെ രംഗങ്ങളിൽ ഏറ്റവും ശരിയായ മാർഗം ഏതാണ് എന്ന് സ്വയം കണ്ടെത്തിയിട്ട് പ്രവർത്തിച്ച് വിജയിക്കാൻ സാധ്യമാവുകയില്ല. അങ്ങനെയാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുറമേ നിന്നുള്ള ഒരു മാർഗദർശനം മനുഷ്യന് അനിവാര്യമാണ്. പുറമേ നിന്നുള്ള മാർഗദർശനം ഇല്ലാതെ പ്രവർത്തിക്കാൻ മനുഷ്യന് കഴിയാത്തത് കൊണ്ട് ആ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുക്കുകയും അത് മനുഷ്യാരംഭം മുതൽ തന്നെ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ബുദ്ധിക്ക് പരിമിതികളുണ്ട്. ഈ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിലും യുക്തി പ്രവർത്തിക്കണമെങ്കിലും അതിന് കുറച്ച് ശ്രമകരമായ ചില പണികൾ നമ്മുടെ ശരീരത്തിൽ നടക്കണം. തലച്ചോറും ഹൃദയവും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുന്ന എല്ലാ മോളിക്യൂളുകളും, തന്മാത്രകളും അതുപോലെ തന്നെ അണുവും അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ പ്രവർത്തനത്തിന് മാർഗദർശനം അനിവാര്യമാണ്.
കുറച്ച് ആഴത്തിലുള്ളതാണ് ആവശ്യം. ബുദ്ധി എന്നൊരു സംഗതി യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് വിശദീകരിക്കാനൊന്നും കഴിയാൻ പറ്റില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെഫിനിഷൻ, അതായത് അതിന് വിശദാംശങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ ചെന്നാലും വിജയിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു മെന്റൽ എനർജിയാണ് ബുദ്ധി എന്നൊക്കെയാണ് യൂറോപ്യന്മാരിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വിജയം ഏതാണ് പരാജയം ഏതാണ് എന്നതൊക്കെ പിന്നീട് വിഷയമാണ്. കാരണം വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡം വരുമ്പോൾ തന്നെ ഭൗതികവും അതുപോലെ പരലോക ജീവിതമൊക്കെ ബന്ധപ്പെട്ട് വരും. ദുനിയാവിന്റെ പല സംഗതികളും നമ്മൾ വിജയിക്കുമ്പോൾ പലപ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പരാജയമായി മാറുന്ന ഒരുപാട് സംഗതികൾ. ഒരു വ്യവസായം നടത്തുന്നു, അതിന് വികസനം ആവശ്യമാണ്, പുരോഗതി ആവശ്യമാണ്. അതിന് നമ്മൾ ധർമ്മത്തിന്റെയും നീതിയുടെയും മാർഗം അവലംബിക്കാതെ പ്രവർത്തിച്ചാലും ബുദ്ധിയാണ് ഇവിടെ. അതിന് വിജയം ഉണ്ടാവും, ഫ്ലറിഷ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അനന്തരഫലം അത് അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ധാർമ്മിക സദാചാര മൂല്യങ്ങളും അതുപോലെ അനന്തമായി നിലനിൽക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ മനുഷ്യന് പ്രത്യേകമായ മാർഗദർശനം തന്നെ അനിവാര്യമാണ്. അപ്പൊ അവന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നതിന്, അവന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നതിന്, ഹാർട്ട് പ്രവർത്തിക്കുന്നതിന്, രക്തത്തിന്റെ ചക്രമണം ശരിയായി വരുന്നതിന് രക്തത്തിലൂടെയുള്ള ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. അതായത് ഒരു പ്രത്യേകമായ ഒരു രാസപ്രവർത്തന പ്രക്രിയ. അതിന്റെ ഓരോ ആറ്റത്തിനും പ്രത്യേക മാർഗദർശനം വേണം. എങ്കിലേ ശരിയായ നിലയിൽ ബുദ്ധിയും പ്രവർത്തിക്കുള്ളൂ. ബുദ്ധി ഉണ്ടെങ്കിലേ മനുഷ്യന് ജ്ഞാനം ഉണ്ടെങ്കിലേ ബുദ്ധി ഉണ്ടാവുള്ളൂ, ബുദ്ധി ഉണ്ടെങ്കിലേ യുക്തി ഉണ്ടാവുള്ളൂ, യുക്തി ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രോസസ് അതിൽ വന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളെയും സൃഷ്ടിച്ചപ്പോ അതിനെല്ലാത്തിനും ഒരു പ്രകൃതം നിശ്ചയിച്ചു കൊടുക്കുകയും ആ പ്രകൃതം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അതിനെ പഠിപ്പിക്കുകയും ചെയ്തതായിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അത് ഒരു ആറ്റം മുതൽ ബ്രഹ്മാണ്ഡ കടാഹം വരെയുള്ള എല്ലാ സാധനങ്ങളും അതിൽപ്പെടും. നമ്മുടെ രക്ഷിതാവാണ് റബ്ബുന, നമ്മുടെ രക്ഷിതാവാണ്. അല്ലദീ, എങ്ങനെയുള്ള രക്ഷിതാവാണ്? അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാത്തിനും അതിന്റെ പ്രകൃതം നിശ്ചയിക്കുകയും സുമ്മ ഹദാ, പിന്നെ മാർഗദർശനം നൽകുകയും ചെയ്തു. അപ്പൊ ഒരു വസ്തുവിനും സ്വയം തന്നെ മാർഗം കണ്ടുപിടിച്ചിട്ട് അത് മുന്നോട്ട് പോകാൻ പര്യാപ്തമായ രീതിയിലല്ല. അതിന് അനുനിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഇൽഹാമ്, ഹിദായത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയം. മറ്റുള്ള എല്ലാത്തിനും ഹിദായത്ത് നിർബന്ധമായി അതിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു പശുവിന്റെ കുട്ടി പശു പ്രസവിച്ചു വന്നു കഴിഞ്ഞാൽ ആരെടുത്തിട്ട് അതിന് മുലകൊടുക്കുക, പിടിച്ചു കൊടുക്കേണ്ടതൊന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്യാറുണ്ടെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് കുട്ടി തന്നെ അത് കണ്ടുപിടിച്ച് കുടിച്ചു കൊടുക്കാം. പക്ഷെ മനുഷ്യക്കുട്ടി അങ്ങനെ കണ്ടുപിടിച്ച് കുടിക്കില്ല. ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യക്കുട്ടി നമ്മൾ കഴുകി റെഡിയാക്കി എടുത്ത് ഒരാള് നഴ്സ് കയ്യിൽ കൊണ്ടുപോയി മറ്റേ മടിയിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് മുലകൊടി. ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. ഒരു പിറവിക്ക് നിലനിൽക്കാൻ അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഫുഡ് സംവിധാനിച്ചിരിക്കുന്നത് അവിടെയാണ്. അപ്പൊ അതിന് മനുഷ്യന്റെ കാര്യത്തിൽ മറ്റു ജന്തുക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഗ്രേഡ് കുറഞ്ഞതാണ് ആ കാര്യമെന്ന് പലപ്പോഴും നമുക്ക് ഗവേഷണത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മനുഷ്യന് മറ്റെല്ലാരെക്കാളും, മറ്റു ജന്തുക്കളെക്കാളും പ്രപഞ്ച വസ്തുക്കളെക്കാളും അനിവാര്യമാണ് ഈ മാർഗദർശനം. അതുകൊണ്ട് ഇന്ന അലൈനാ നൽകുക, മാർഗദർശനം നൽകൽ നാം ഒരു ബാധ്യതയായി തീരുമാനിച്ചിരിക്കുന്നു. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, മാർഗദർശനം നൽകൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബാധ്യതയാണ്. ഇന്ന അലൈനാ നൽകുക എന്ന് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഇന്ന ഹദൈനാഹു നജ്ദൈൻ, രണ്ട് വഴികൾ നാം കാണിച്ചു കൊടുത്തു. മറ്റവർക്കൊക്കെ ഒറ്റ വഴിയുള്ളൂ. മനുഷ്യരല്ലാത്ത എല്ലാത്തിനും ജീവിച്ചു പോകാൻ ഒരൊറ്റ വഴിയും കാണിച്ചു കൊടുത്തു. അത് നിർബന്ധമായത് പോയിക്കൊള്ളാം. വേറെ തെരഞ്ഞെടുപ്പ് അവകാശമോ സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നജ്ദൈൻ, രണ്ട് വഴി കാണിച്ചു കൊടുത്തു. അതാണ് രണ്ട് വഴി. ഒന്ന് വഴി തെറ്റിമാണ്, അതായത് ക്രമരാഹിത്യത്തിന്റെ വഴി. മറ്റൊന്ന് സൂക്ഷ്മതയോടെ എന്താണ് പ്രകൃതി, ആ പ്രകൃതിയിലേക്ക് തന്നെ നിലനിന്ന് പോകാനുള്ള ഒരു വഴി. അതിനാൽ വിശ്വാസത്തിന്റെ വഴിയും നിഷേധത്തിന്റെ വഴിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറ ഇമ്മാ കഫൂറ,
നന്ദി കാണിക്കാനോ നിഷേധിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കുക, ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാം. അപ്പൊ വിശ്വാസ സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. വിശ്വസിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് വരിക എന്നും നിഷേധിച്ചാൽ അവസാനം ഇങ്ങനെയാണ് എത്തുക എന്നും വളരെ കൃത്യവുമായി വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തു. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിലൂടെ മാത്രം പഠിപ്പിച്ച സംഗതിയല്ല. ആദം നബി മുതൽ ആ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ എഡിഷനാണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കുറിച്ച് തന്നെ ഒരുപാട് സ്ഥലത്ത് പല കോലത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 ആയത്തുകൾ, 2-3 ആയത്തുകൾ സൂറത്തുൽ ഇസ്രായിൽ 17-ാമത്തെ ബനി ഇസ്രായേലിൽ പറഞ്ഞ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ നിശ്ചയമായും ഈ ഖുർആൻ, അതായത് ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ യഹ്ദീ, അത് മാർഗദർശനം ചെയ്യുന്നു, ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശരിയായത്, ദ സ്ട്രൈറ്റസ്റ്റ് വേ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഏറ്റവും നല്ല ഋജുവായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉത്തമമായ, ഏറ്റവും നേരായ, ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും സത്യമുള്ള എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ പറയാവുന്നതാണ്. അഹ്സൻ തഖ്വീം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു സൃഷ്ടിപ്പുണ്ടല്ലോ, ആ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട യഹ്ദീ ലില്ലതീ അഖ്വം, ഏറ്റവും നേരായതിലേക്ക് ഈ ഖുർആൻ മനുഷ്യനെ നയിക്കുന്നുണ്ട്. വയുബശ്ശിറുൽ മുഅ്മിനീന, ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ശുഭവാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിശ്വസിക്കുന്ന ആളുകളുടെ ക്വാളിറ്റിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലദീന, കൂട്ടത്തിൽ യഅലമൂന സ്വാലിഹാത്ത്, അവര് നന്മകൾ സുകൃതം ചെയ്യുന്നവരാണ്, നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അന്നലഹും അജ്റൻ കബീറ, ഒടുവിൽ അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിക്കുന്നു. ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ശുഭവാർത്ത അറിയിക്കുന്നു. അവർ സൽക്കർമ്മങ്ങളായിരിക്കും, അവർക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. ഖുർആനിൽ ഏറ്റവും പരമപ്രധാനമായി പറയുന്ന ഒരു സംഗതി ജീവിതത്തെക്കുറിച്ചാണ്, ജീവിതത്തിന്റെ 2-ാം പാദത്തെക്കുറിച്ചാണ്. അത് പറയാൻ ഖുർആന്റെ 3-2 ഭാഗം ഒഴിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൗതിക ജീവിതത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് ഈ ആത്മീയ പരലോക ജീവിതം, ആത്മീയ ജീവിതം പരലോക ജീവിതം, ഇതല്ലാതെ ശേഷിച്ചിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതിന് വിശ്വാസം ഉണ്ടെങ്കിലേ ഭൗതിക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എത്തിച്ചേരുന്നത്, ആ സ്ഥലത്തുള്ള ഒരു സാഹചര്യം, അവിടെ എങ്ങനെയാണ് കടക്കുക എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും യാത്ര തുടങ്ങാറ്. സാധാരണ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്. ആ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഡൽഹിയിലോ കാശ്മീരിലോ എത്തുകയാണ്. അവിടെ നമ്മൾ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്വെറ്ററൊക്കെ കരുതി പോവാം. അതുപോലെ തന്നെ അവിടെ അടുത്തൊന്നും ഒന്നും വാങ്ങാൻ കിട്ടൂല, ഗുളിക കിട്ടൂല, മറ്റത് കിട്ടൂല എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ശേഖരിച്ചു ഡെസ്റ്റിനേഷൻ പൂർത്തിയാക്കി. ഇപ്പൊ വിസ ഇല്ലാതെ ഗൾഫിൽ പോകാൻ പറ്റില്ല. ഇവിടുന്ന് പോകണമെങ്കിൽ വിസ ആവശ്യമില്ല. ഇവിടെ നമ്മൾ വിസ ഇല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പക്ഷെ ഗൾഫിലെത്തിയാൽ വിസ ഇല്ലെങ്കിൽ ഇവിടുന്ന് അവർ നോക്കി കറക്റ്റ് ചെയ്ത് വിടും, എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ. അവിടെ ചെന്നാൽ ക്ലിയറായ വിസ ഇല്ലെങ്കിൽ അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ എന്താണ് ആവശ്യം, എവിടെയാണ് മനുഷ്യൻ എത്തിച്ചേരുന്നത്, അവിടത്തേക്ക് വേണ്ടത് എന്താണ് എന്നത് യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവൻ തയ്യാറായി കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ അവസാനം എത്തുന്നത് പരലോകത്തേക്കാണ്. ആ പരലോകത്ത് വിജയിക്കാൻ വേണ്ടി ആവശ്യമായതെല്ലാം ഈ യാത്ര തുടങ്ങുമ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ ശേഖരിച്ചു കൊണ്ടുപോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനാണ് ഈ ജീവിതവും ഈ തടിയും അതുപോലെ സൗന്ദര്യവും വിദ്യാഭ്യാസവും ബോധവും ജ്ഞാനവും സ്ഥാനമാനങ്ങളും പദവികളും എന്തെല്ലാം ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യാത്രയുടെ അന്ത്യത്തിൽ വിജയിക്കാൻ ആവശ്യമായത് ചെയ്യാൻ വേണ്ടിയാണ് എത്തിയത്. അങ്ങനെ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾ അന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ഒരു കൂട്ടര് അതില്ല എന്ന് വിചാരിക്കുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാല് അതിങ്ങനെ തനിയെ പൊട്ടി മുളച്ച് വലുതായി വികസിച്ചു വരുന്ന ഒന്നാണ്. കുറെ കാലം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പോയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല
ഇതാണ് കുറെ ആളുകളുടെ, കുറെയല്ല, മനുഷ്യരിൽ അധികം ആളുകളുടെയും ധാരണ ഇതാണ്. യഥാർത്ഥത്തിൽ ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാകും, ഒരു സാധനം സ്വയം ഉണ്ടാവില്ലല്ലോ, ആരെങ്കിലും ഉണ്ടാക്കിയേ ഉണ്ടാവുള്ളൂ. നമ്മൾ കാണാത്തതുകൊണ്ട് സ്വയം ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെ ഒരു ശാസ്ത്രകാരനും പറയാൻ കഴിഞ്ഞിട്ടില്ല അത് സ്വയം ഉണ്ടായതാണ്. അറിയില്ല എന്ന് മാത്രമേ പറയുള്ളൂ, മാന്യനായാണ്. മറ്റൊരു സ്വയം എങ്ങനെ ഉണ്ടായതാണ്? ഈ ആകാശവും ഭൂമിയും നക്ഷത്രവും ചന്ദ്രനും സൂര്യനും ഒക്കെ. ആകാശത്ത് ഈ ജ്വലിക്കുന്ന സൂര്യനിൽ നിന്ന് പൊട്ടി വീണതാണ് ഈ ഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ സൂര്യനിലാണെങ്കിലോ എത്ര 5000-6000 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാണ്. ആ ചൂടത്ത് ഏതെങ്കിലും ഒരു സസ്യം ഉണ്ടാവും, അതിൽ നിന്ന് പൊട്ടി വീണ് ഉണ്ടായി ഭൂമിയിലെ ഈ വിത്തുകളും അതുപോലെ സാധനങ്ങളൊക്കെ ഇടന്നുണ്ടായി സ്വയം ഉണ്ടാവുക. ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ്. വലിയ വലിയ വിജ്ഞാനത്തിന്റെ ആളുകൾ, സയന്റിസ്റ്റുകളെന്നും പണ്ഡിതന്മാരെന്നും നേതാക്കന്മാരെന്നും പറഞ്ഞ ആളുകൾ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിന്റെ സോഷ്യൽ ഓർഡർ ഉണ്ടാക്കുകയും പാർട്ടികൾ ഉണ്ടാക്കുകയും സംഘങ്ങൾ ഉണ്ടാക്കുകയും ഭരണകൂടങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത് എത്ര ശുദ്ധ വിഡിത്തമാണ് യഥാർത്ഥത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ക്ലിയറാണ്. ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല, വെറുതെ ഉണ്ടാവില്ല, ആർക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പൊ അതിലൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പരലോകത്തൊരു ജീവിതമുണ്ട്. അതിനെ നിങ്ങൾ നിഷേധിച്ചു പോയാൽ എല്ലാ തരത്തിലുള്ള സംഗതിയും ഇല്ലാതായി പോകും. തൽക്കാലം ഇവിടെ ഇങ്ങനെ മിന്നാമിനെ പോലെ കുറച്ചു നേരം ഇങ്ങനെ വെളിച്ചം കാണിക്കാമെന്നുള്ളതല്ലാതെ മറ്റൊന്നില്ല. അതും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിക്കുക. ഈ നേരായ മാർഗത്തിൽ എല്ലാ ലോകത്ത് ഒരുപാട് ഗൈഡൻസ് ബുക്സ്. ഇപ്പൊ നമ്മള് ഗൈഡ് വാങ്ങുക, അതായത് സ്കൂളുകളിലെ പാഠപുസ്തകങ്ങൾ പോരായിട്ട് ഗൈഡ് വാങ്ങും. ഗൈഡ് നല്ലൊരു വ്യവസായമാണ്. ഈ ഗൈഡിൽ എന്താ ഉള്ളത്? ഈ പാഠപുസ്തകങ്ങളിൽ ബ്രീഫായി പറഞ്ഞ സംഗതിയെ വളരെ ലളിതമായി വിശദീകരിച്ചിട്ട് കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന തരത്തിലാണ്. അപ്പൊ ലോകത്തില് മനുഷ്യനെ നയിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും നേരായ നിലയിൽ മനുഷ്യനെ നയിക്കുന്ന ഒരു സംഗതി നമുക്ക് ഖുർആനില്ലാതെ മറ്റൊന്നും കാണാൻ പറ്റില്ല. ഇത് അല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണം, മക്കളെ എങ്ങനെ വളർത്തണം, മക്കളോട് എങ്ങനെ പെരുമാറണം, സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം, സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, കാണുമ്പോൾ എങ്ങനെ ഇടപെടണം, നിങ്ങളെ തമ്മിലുള്ള പരസ്പര ഇടപാടുകൾ എന്താണ്, വൈയക്തികമായ ഇടപാടുകൾ എന്താണ്, കുടുംബപരമായ ഇടപാടുകൾ എന്താണ്, സാമൂഹ്യമായ ഇടപാടുകൾ എന്താണ്, അതുപോലെ നിങ്ങളുടെ സംഘടനാ സംവിധാനങ്ങൾ എന്താണ്, രാജ്യവും ഭരണവും എങ്ങനെയാണ്, രാജാവും പ്രജയും എങ്ങനെ പെരുമാറണം, തൊഴിലാളിയും മുതലാളിയും എങ്ങനെ പെരുമാറണം, അയൽക്കാരെങ്ങനെ പെരുമാറണം, എന്ത് പ്രതീക്ഷിക്കണം, എന്താഗ്രഹിക്കണം, എത്രമാത്രം വിശാലത വേണം മനസ്സിന്, മറ്റുള്ളവരോട് ഈ ദയയും കാരുണ്യവും ഏത് രീതിയിലാണ് നിങ്ങൾ വർത്തിക്കേണ്ടത്, എങ്ങനെ ക്ഷമ പാലിക്കണം, ക്ഷമയുടെ അനന്തരഫലം എന്തൊക്കെയാണ്, ഇങ്ങനെ എണ്ണിയോലൊടുങ്ങാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കഴിവും മനുഷ്യന്റെ ബുദ്ധിയും ശക്തിയും കഴിവുകേടും, അതുകൊണ്ട് ആ കഴിവ് കുറഞ്ഞ മനുഷ്യന് എപ്പോഴും കഴിവുള്ള രക്ഷിതാവിനോട് ഒട്ടി നിൽക്കാനുള്ള ഉപദേശം, സ്നേഹമസന്നമായ ഉപദേശം. ചിലപ്പോഴൊക്കെ ഒരു പിതാവ് മകനെ വിളിച്ചു പറയുന്നത് പോലെ യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട പുത്ര എന്ന് ലുഖ്മാൻ വിളിച്ചു പറയുന്നത് ശരിക്കും ലുഖ്മാനല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ വിളിക്കുന്നതാണല്ലോ യഥാർത്ഥത്തിൽ. ചിലപ്പോ ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് പോലെ, ചിലപ്പോ കാമുകൻ കാമുകിയോട് പറയുന്നത് പോലെ, ചിലപ്പോ ഒരു വളരെ ശക്തനായ ഭരണാധികാരി പറയുന്നത് പോലെ. അവസാനം പിരിഞ്ഞു പോകുമ്പോ താക്കീത് നൽകുന്നുണ്ട്, വളരെ ശക്തമായ താക്കീതുണ്ട്. ഇതെല്ലാം പിരിഞ്ഞു പോയാൽ, ഇതെല്ലാം വിട്ട് നീ പിന്നോട്ട് പോയാൽ അവസാനം നീ കുബ്ര, വലിയ നരകത്തിൽ ചെന്ന് വീഴും എന്ന് പറയുന്ന ഓരോരുത്തരും മുന്നേ നടന്നുപോയ ആൾക്കാരുടെ ജീവിതത്തിന്റെ കഥകൾ എടുത്തു പറയുന്നുണ്ട്. ചരിത്ര സംഭവങ്ങൾ ഒരുപാട് ഉദ്ധരിക്കുന്നുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. മഴയെ എടുത്തു കാണിക്കുന്നു, ജലത്തെ ഒരുപാട് പ്രാവശ്യം എടുത്ത് കാണിക്കുന്നു, പുഴകളെ എടുത്തു കാണിക്കുന്നു, മലകളെ എടുത്തു കാണിക്കുന്നു, ഭൂമിയും അതിന്റെ ചക്രമണവും സൂര്യനും നക്ഷത്രങ്ങളും അതിന്റെ സഞ്ചാരപഥവും ഒക്കെ എടുത്തു കാണിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ ക്രമപ്രവർത്തമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല മനുഷ്യ. നിന്നിൽ
നാം നൽകിയിട്ടുള്ള ബുദ്ധി, ശക്തി, കഴിവ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ പാതയിലൂടെ നടന്നുകൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഏറ്റവും നല്ല നിലയിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അവതരിപ്പിച്ചു തരികയാണ്. എന്നിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കേൾക്കാത്ത സ്വഭാവമുള്ള ആളുകളുണ്ട്. അപ്പൊ അവര് പ്രവാചകന്മാരോട് പറഞ്ഞത്, നീ താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ ഉണ്ടല്ലോ, ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും പറഞ്ഞപ്പോ ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അതൊന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യനുണ്ടല്ലോ ബിൽ ഖൈർ, നന്മയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ തിന്മയ്ക്കും ധൃതി കൂട്ടുകയാണ്. നന്മ അവർക്ക് അനുസരിച്ച് നന്മ ഉണ്ടാക്കാനല്ല അവൻ ശ്രമിക്കുന്നത്, അവൻ വെല്ലുവിളിച്ച് ഈ ശിക്ഷ വാങ്ങിയിട്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കാനാണ് നോക്കുന്നത്. മനുഷ്യന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇതെല്ലാം അങ്ങനെ അതൊക്കെ പണ്ട് അക്കാലഘട്ടത്തിലെ സാഹചര്യത്തിന് പറ്റിത്തരുന്നു, ഈ കാലഘട്ടത്തിൽ ഇതൊന്നും അങ്ങനെ പറയേണ്ടതില്ല, കാലം മാറിയിരിക്കുന്നു, അതുകൊണ്ട് വേറെ കോലത്തിലാണ് പറയേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകള് അത് സാരമില്ല, അല്ലെങ്കിൽ ആ ഒരാളെ കണ്ട് വന്നോട്ടെ നമുക്ക് കാണാം എന്ന് പറയുന്ന ആൾക്കാര് എന്നും എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടാവും. പണ്ടുണ്ടായിരുന്നു. അവനെ കുറിച്ച് അല്ല പറയുന്നത് തിന്മയ്ക്ക് വേണ്ടി ഒരു ധൃതി കൂട്ടുകയാണ് എന്നുള്ളതാണ്. മനുഷ്യനൊരു ധൃതിക്കാരനാണ് എന്നാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവം ധൃതിയാണ്. നമുക്കറിയാമല്ലോ, ഒരു ധൃതി, ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം. ഏതെങ്കിലും ഒരു സംഗതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളോട് കാര്യം പറഞ്ഞ് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചോദിക്കേണ്ടതല്ല പറയുന്നത്, ഏതൊരു സംഗതിയിൽ ഏർപ്പെട്ടാലും യാതൊരു ക്ഷമയില്ലാതെ എത്രയും പെട്ടെന്ന്, പക്ഷെ അവന് ഒരു 10 എണ്ണം കിട്ടിയാലോ 11ാമത്തെ എണ്ണത്തിലേക്ക് അവന്റെ മനസ്സിങ്ങനെ ചാടിക്കളിക്കും. ഒരുത്തരം കൊരങ്ങന്റെ സ്വഭാവമാണ് മനുഷ്യന് പലപ്പോഴും. അടങ്ങിയിരിക്കൂല എന്നുള്ള അങ്ങനെയാണ് കൽബ് എന്ന് പറഞ്ഞാൽ. കലബാന്ന് പറഞ്ഞാൽ മറിഞ്ഞ് 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 തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കണ ഏർപ്പാടാണ്. കലപ്പാന്നുണ്ടല്ലേ, ഉഴുതു മറിക്കണ കലപ്പാന്ന് പറയാം. കൽബ് എങ്ങനെയാണ്, മനുഷ്യ മനസ്സെങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അജൂലാണ്. ഈ അജിലത്ത് പിശാചിന്റെ ഒരു സ്വഭാവമാണ്. നിങ്ങളത് ഈമാൻ കൊണ്ട് അജിലത്തിനെ നിയന്ത്രിച്ച് നിർത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തുകൂടി ഉപദേശിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പരാമർശം നടത്തുന്നതിന്റെ ഇടയിൽ നമ്മുടെ ശ്രദ്ധയും ചിന്തയും വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ഒരു ഉദാഹരണം പറയാം. ഈ രായും പകലും നമ്മൾ നിത്യപരിചയം കൊണ്ട് ഒരു അത്ഭുതമില്ലാത്ത സംഗതിയാണ്. രാവിലെ ആവുന്നു, എന്നിട്ട് വൈകുന്നേരം ആവുന്നു, പിന്നെ രാവിലെ എങ്ങനെയാണ് ഈ രായും പകലും ഉണ്ടാവുന്നത്? രാവിലെ യഥാർത്ഥത്തിൽ പ്രകാശമില്ലായ്മ, പ്രകാശം കണ്ടുവരുമ്പോൾ അതേ സാധനം തന്നെ പകലായിട്ട് മാറും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കട്ടെ, രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. 2 ആയത്തുകളാണ്, അത് അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്. രാവ് മാത്രമായെങ്കിൽ മനുഷ്യനോട് ജീവിക്കാൻ പറ്റൂല, പകൽ മാത്രമാണെങ്കിൽ മനുഷ്യനോട് ജീവിക്കാൻ പറ്റൂല. പകൽ മാഷാണ്, അതായത് പണാണ്, അല്ലെങ്കിൽ ശമ്പളമാണ് എന്ന് വെച്ചാൽ അധ്വാനത്തിനുള്ള ഒരു ഇടമായിട്ട് പകലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. പകലിന് അധ്വാനമുള്ള ഇടമായി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പകൽ രാവിലെ എഴുന്നേൽക്കുന്ന ഭയങ്കരമായ ക്ഷീണാണെങ്കിൽ അധ്വാനിക്കാൻ പറ്റില്ല. അപ്പൊ പ്രഭാതോദയം ഉണ്ടാകുമ്പോൾ മനുഷ്യ ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. വൈകുന്നേരം ആകുമ്പോൾ അവന് ക്ഷീണം ബാധിക്കുന്നു. അവന് പോയിട്ട് ലിബാസാക്കി, അതായത് വസ്ത്രം, കിടന്നുറങ്ങാൻ, ശാന്തമായി കിടന്നുറങ്ങാൻ. അന്നേരം യാതൊരു ക്ഷീണമല്ല, കൂടെ നിന്ന് കളിച്ചാല് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ മനുഷ്യ ശരീരത്തില് ക്ഷീണം ബാധിപ്പിക്കുന്നു. അവന്റെ അധ്വാനത്തിന്റെ അനന്തരഫലം അത് ക്ഷീണം അവനെ ബാധിക്കുകയും അവന് കിടക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നു. അവനെല്ലാം അവസാനിപ്പിച്ച്, അവന്റെ ബുദ്ധിയും ശക്തിയും അവസാനിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റൂഹിന്റെ പകുതി പിടിച്ചെടുക്കുക, വഴിയുള്ള അത്രയും ഭാഗം പിടിച്ചെടുക്കുകയാണ്. അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് അത് മരിക്കുന്നത് പോലെ തന്നെയാണ്, ഒരു മരണത്തിന്റെ സഹോദരനാണെന്നുള്ളതാണ്. അതായത് അള്ളാഹിലേക്ക് നിങ്ങൾ പോവുകയാണ്. നമ്മുടെ റൂഹിന്റെ പകുതി ഭാഗം, അതായത് വഴി ബോധമുണ്ടാകുന്ന ആ അത്രയും പാർട്സ് അല്ലാഹു തആല അവിടെ പിടിച്ചെടുക്കുകയാണ്. ആ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവനോട് ശാന്തമായി, അന്നേരം അവന്റെ ബ്രെയിനും അതുപോലെ തന്നെ ഹാർട്ടിനും ഒക്കെ വളരെ കുറഞ്ഞ എനർജി കൊണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണെങ്കിൽ നല്ലോണം ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള രക്തനിയന്ത്രണങ്ങൾ ഒരുപാട് ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സയൻസ് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും. രാത്രി ലേശം നേരത്തെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് സ്വസ്ഥമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബെഡിൽ വന്ന് അള്ളാഹുവിനെ സ്മരിച്ച് ഊതി ഇങ്ങനെ തടവി അങ്ങനെ കിടക്കുമ്പോൾ അവനിങ്ങനെ മെല്ലെ അവന്റെ ശരീരത്തോടെ ഇട്ടിട്ട് അവന്റെ ആത്മാവ് അള്ളാഹുവിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വധുവോടുകൂടി ഉറങ്ങിയാൽ ഉണരുന്നവരെ അവനുള്ള റൂഹ് സുജൂദിലാണ് ലോകരെ എന്ന് കവി പറഞ്ഞു.
പൊതുവെടുത്ത് ഉറങ്ങുന്നത് അവന്റെ റൂഹ് സുജൂദിലായിരിക്കും. അത് അല്ലാഹുമായി കണ്ടുമുട്ടാനുള്ള സന്ദർഭവും സൗകര്യം ഉണ്ടാവും. അവന്റെ കാണുന്ന ഹസന, നല്ല സ്വപ്നങ്ങൾ അവന് കാണുന്നുണ്ടാവും. സത്യവിശ്വാസത്തിന്റെ ഒരു മനുഷ്യന്റെ സ്വപ്നം പോലും അവന്റെ ചിന്തയുടെയും അവന്റെ പ്രവർത്തനത്തിന്റെയും അനന്തരഫലമായിരിക്കും. ആ മോശത്തനം കാണിച്ചിട്ട് ചെന്ന് കിടന്ന ഉറക്കം വരില്ല. ഭയങ്കരമായ പീഡിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന സ്വപ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അതേസമയം ശാന്തമായി അല്ലാഹുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിൽ ചെന്നാൽ വളരെ സ്വസ്ഥമായി അല്ലാഹുവിനെ സ്വീകരിക്കുകയും മാലാഖമാർ അതൊന്ന് ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ നിസ്സാരമായാണ് കാണുന്നത്. ഓടിപ്പേട്ടുകൾ ഉറങ്ങണം, എനിക്ക് ഉറക്കം പറഞ്ഞു, ഉറങ്ങുകയാണ്, ഉറങ്ങെഴുന്നേറ്റ് ഇങ്ങോട്ട് വരികയാണ്. ഇതിന്റെ ഇടയിൽ ഈ പ്രപഞ്ചവും അല്ലാഹുവും മലക്കുകളും ഒക്കെ നമ്മൾക്ക് വേണ്ടി എന്തുമാത്രം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചു. ഏറ്റവും നേരായ നിലയിൽ ഈ ഖുർആൻ നിങ്ങൾക്ക് ഇതൊക്കെ നാം പറഞ്ഞു തരുന്നതാണ്. ഈ പകല് ഈ രാവും പകലുള്ളത് കൊണ്ട് നിങ്ങൾ ആഴ്ചകളുടെയും ദിനങ്ങളുടെയും വർഷങ്ങളുടെയും കണക്കെല്ലാം നിങ്ങൾ കൂട്ടിവെക്കുന്നു. എല്ലാം വളരെ വ്യക്തമായി നാം ഇതിനെ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഈ പക്ഷിശാസ്ത്രമുണ്ട്. ഈ പക്ഷികളെ കൂട്ടിലിട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ഇപ്പൊ ഒരാള് വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പൊ പണ്ടൊക്കെ 50 വയസ്സ്, ഇപ്പൊ 5 രൂപ കൊടുത്താല് ഇപ്പൊ നാട്ടുപുറങ്ങളിലൊന്നുമില്ല, പട്ടണങ്ങളിലൊക്കെ ഉണ്ട്. പണ്ട് നാട്ടുപുറങ്ങളിൽ ഇങ്ങനെ തത്തയെ കൂട്ടിലിട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ ഫലമൊക്കെ അറിയാൻ വേണ്ടി നടക്കുന്ന ആളുകൾ. പക്ഷികളുടെ പുറത്തപ്പോൾ കുറെ കാർഡുകൾ വെക്കും. ആ കാർഡിൽ ഒന്ന് പക്ഷികൾ കൊത്തിയെടുത്തിട്ട് ഇതിങ്ങനെ അപ്പോ മറ്റൊരാളെടുത്തിട്ട് വ്യാഖ്യാനിക്കും. അത് സരസ്വതിയുടെയോ ശിവന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരു ചിത്രമായിരിക്കും. ആ ചിത്രത്തിൽ ഉടനെ തന്നെ 37 ഒരു വ്യാഖ്യാനം ഉണ്ടാവും. അതിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ സംഗതികളും അവിടെ പറഞ്ഞെടുക്കും. അതൊക്കെ വിശ്വസിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം ഇപ്പോഴും വന്ന കുറെ ആളുകൾ. പണ്ട് അറേബ്യയിലുണ്ടായിരുന്നു. അറേബ്യയിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. പക്ഷികളെ പിടിച്ചിട്ട് പറപ്പിക്കുക, എന്നിട്ട് അത് വലത്തോട്ട് പറഞ്ഞാലും നല്ലത്, ഇടത്തോട്ട് പറഞ്ഞാൽ നല്ലത് എന്ന് പറയുന്ന പക്ഷിശാസ്ത്രം, പക്ഷിശകലം നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നുള്ള ഈ പക്ഷിയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളും വർത്താനങ്ങളൊന്നും അല്ല മനുഷ്യ നിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി അല്ലാഹു തആല അതിനെ നിഷേധിച്ചുകൊണ്ട് എല്ലാ മനുഷ്യന്റെയും ശകുനം അവന്റെ പെരടിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവനെന്താണ് പ്രവർത്തിച്ചത് അതാണ് അവന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. അതല്ലാതെ ഈ പക്ഷിയും പക്ഷിശാസ്ത്രവും അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. ഓരോ മനുഷ്യന്റെ വിജ്ഞാനവും വിശ്വാസവും പ്രവർത്തനവും അതിന്റെ അനന്തരഫലമാണ്. യഥാർത്ഥത്തിൽ അവന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നത് പരലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക്, ഹിദായത്ത് ലഭിച്ച ആളുകൾക്ക് അതിന്റെ ഫലമുണ്ടാകും, വഴിതെറ്റിയവന് അതിന്റെ ഫലമുണ്ടാകുമെന്ന് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് ഇവൻ കാണിക്കുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ രേഖപ്പെടുത്തി വെക്കുകയും എന്ന് കിതാബൻ യൽഖാഹു വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ഇതൊരു വലിയ പുസ്തകമാണ്. അന്ന് മനസ്സിലാവണ ഭാഷകൾ ഇത് റെക്കോർഡായിട്ട് അവിടെ കൊണ്ടുവരികയും എന്നിട്ട് ഓരോരുത്തരെയും കാണിക്കുകയും നീ വായിക്കുക, നിന്റെ പുസ്തകം നിനക്കെതിരെ സാക്ഷി നിൽക്കാൻ നീ തന്നെ മതി എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവന്റെ കർമ്മത്തിന്റെ കണക്ക് പുസ്തകം വായിക്കുന്ന ഒരു രംഗത്തിലേക്ക് എത്തിക്കുകയാണ്. ഏറ്റവും നേരായ നിലയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നാളെ എന്റെ കർമ്മത്തിന്റെ കണക്ക് ഞാൻ എന്റെ പുസ്തകം എടുത്ത് വായിക്കേണ്ടി വരുമെന്ന ബോധത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കുന്നവന് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയുള്ള മാനസികമായ ഉത്തേജനം നൽകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ കൃത്യവും ഭംഗിയും പൂർണ്ണവും സ്പഷ്ടവുമായി നമ്മളെ പഠിപ്പിക്കുന്നു. അത് പഠിച്ചു മനസ്സിലാക്കി വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا بغير جلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباء اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ മാനിച്ച് ജീവിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മറ്റൊരു സ്ഥലത്തുമില്ലാത്ത മാർഗദർശനം സ്പഷ്ടവും വ്യക്തവും എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന വളരെ സാധാരണക്കാരനായ ഒരാളാണെങ്കിൽ അവൻ ഖുർആൻ
ഒരു വലിയ ശാസ്ത്രജ്ഞനോ പണ്ഡിതനോ ആണെങ്കിൽ അവന്റെ വിജ്ഞാനത്തിന്റെ നിലവാരത്തിൽ ആഴങ്ങളിൽ ഇറങ്ങാൻ ഒരുപാട് സൂചനകൾ ഖുർആനിലൂടെ വന്നിട്ടുണ്ട്. ഈ ഖുർആനിന് മാത്രമല്ല, അതിനു മുമ്പുള്ള ഇഞ്ചീലും, അതിനു മുമ്പുള്ള സബൂറും, അതിനു മുമ്പുള്ള തൗറാത്തും, അതിനു മുമ്പുള്ള സ്വഹീഹും ഇബ്രാഹിം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് സംഭാവന ചെയ്തത് പരിശുദ്ധ റമളാനിലാണ്. വർഷങ്ങൾ, ഒരു വർഷത്തിൽ 12 മാസം അല്ലാഹു തആലയുടെ തീരുമാനത്തിലൂടെ. ആ 12 മാസത്തിൽ ഒരു മാസം ഈ മാർഗദർശന ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ആദം നബി മുതൽ ആ മാർഗദർശനങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വ്യക്തമായ ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ തൗറാത്ത് റമളാനിന്റെ ആദ്യ ആഴ്ചയും, സബൂർ 2ാമത്തെ ആഴ്ചയും, ഇഞ്ചീൽ 3ാമത്തെ ആഴ്ചയും, ഖുർആൻ 4ാമത്തെ ആഴ്ചയും ആണ് അവതരിപ്പിച്ചത് എന്ന് അൽ ബിദായ വൻ നിഹായ എന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇബ്നു കസീർ എന്ന് പറയുന്ന പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഇബ്രാഹിം നബിക്കും നൂഹ് നബിക്കും ഒക്കെ കിട്ടിയ ആദ്യമായി ഇത് ലഭിച്ചത് ഈ റമളാൻ മാസം തന്നെയായിരുന്നു. അപ്പോൾ ഒരു വലിയ മാസം, ഒരു പുണ്യമാസമായി, അനുഗ്രഹീത മാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, ആഗ്രഹാഭിലാഷങ്ങളുണ്ട്. ആ ആഗ്രഹത്തിന്റെയും ദൗർബല്യങ്ങളുടെയും ഒക്കെ ആകത്തുക അവന് അസൂയ ഉണ്ടാവും, പക ഉണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, അക്രമവാസന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഒക്കെ സാധാരണയായി മനുഷ്യൻ ചെയ്തു പോകാറുണ്ട്. ആദമിന്റെ സന്താനങ്ങളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് പാപങ്ങളൊക്കെ ചെയ്താൽ നശിച്ചുപോയി എന്നാലും വിചാരിക്കേണ്ടതില്ല. അവര് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുനിന്ന് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് ഒരുപാട് ഉദാഹരണങ്ങളുടെ പണ്ടൊക്കെ പറഞ്ഞ് മുമ്പൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ വളരെ ഹ്രസ്വമായി ആ റമളാനിലേക്ക് മനുഷ്യ മനസ്സ് എത്തപ്പെടാനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ അടിച്ചെത്തി കഴിഞ്ഞിരിക്കുന്നു. മാനസികമായും ശാരീരികമായും പരിസരപരമായും മനുഷ്യൻ റമളാനിൽ തയ്യാറെടുക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിസര ശുചീകരണം വേണ്ടാന്നല്ല പറയുന്നത്. ഏറ്റവും അത്യാവശ്യം മാനസികമായുള്ള തയ്യാറെടുപ്പാണ്. മനസ്സ് റമളാനെ സ്വീകരിക്കാൻ ഒരുങ്ങിയാൽ അതിന്റെ ബർക്കത്ത് റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ മാലാഖമാരെ നമ്മളിലേക്ക് മാലാഖമാരെങ്ങനെ കൊണ്ടുതരുമെന്നുള്ളത് ഒരുപാട് തെളിവുകളുണ്ട്. ഈ റമളാൻ വരികയാണ്. ഇതൊരു പ്രതീക്ഷയുടെ മാസമാണ്. ഒരുപാട് ആശകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് അഭിലാഷങ്ങളുണ്ട്, ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. ഇതൊക്കെ പൂർത്തീകരിക്കാനും ശാന്തവും സമാധാനപരമായ ജീവിതം ഇവിടെ പൂർത്തീകരിച്ച് ഈമാനും കൂടി മരിച്ച് സ്വർഗം ലഭിച്ച് കിട്ടും എന്ന ഉറപ്പോടി അവസാനം അവിടെ പോകാൻ ഏതൊരു മനുഷ്യനും ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവൻ നല്ല സത്യവിശ്വാസിയാണെങ്കിൽ ശരിക്കും അത് കാണും. നമുക്കത് കാണാൻ പറ്റില്ല, മരിക്കുന്ന മനുഷ്യന് കാണാൻ പറ്റും. സ്വർഗത്തിൽ കടന്നുകൊള്ളുക, സ്വർഗത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു സീൽ അവിടെ മാലാഖമാർ കാണിച്ചു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചു. അപ്പൊ അവിടെ ഈ ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ഇത് എല്ലാ തരത്തിലും നമ്മുടെ ഭൗതിക ഉപഭോഗ സംസ്കാരത്തിന്റെ ചുമതല. അതായത് ഷർട്ട് വാങ്ങുന്നിടത്തായിരുന്നാലും, വീട് കൂടുന്നിടത്തായിരുന്നാലും, കല്യാണം കഴിക്കുന്നിടത്തായിരുന്നാലും, സത്യം ഉണ്ടാക്കുന്നിടത്തായിരുന്നാലും എല്ലായിടത്തും ഒരു പൊങ്ങച്ചത്തിന്റെ ഒരു അമിതത്വത്തിന്റെ ആർഭാടത്തിന്റെ ഒരു സ്വഭാവം ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവനുള്ള സംഗതിയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും അതിലേക്ക് ഇങ്ങനെ പോകും. ടി വി തുറന്നാൽ അത് തന്നെ, റേഡിയോ കേട്ടാൽ അത് തന്നെ, നമ്മളെ മൊബൈൽ തുറന്നാൽ അത് തന്നെ. പിന്നെ ടെക്നോളജിയുടെ ഭയങ്കരമായ ഡെവലപ്മെന്റ് ഉണ്ട്, വികാസമുണ്ട്. നമ്മൾ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ പോകുന്ന ആളുകൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യത്തിനപ്പുറം വളരെ വിസ്മയകരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ഭൗതികതയുടെ തിമിർത്തതല്ലാത്തത്. നമ്മൾ അറിഞ്ഞാറിയാതെ ഇങ്ങനെ കെട്ടിക്കുടി കിടക്കുന്നത്. റമളാൻ ആരാധനയാണ്, ആഘോഷമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ആഘോഷിക്കുന്നുണ്ട്, റമളാൻ ആഘോഷക്കാരുടെ വെച്ചാൽ ഇഷ്ടംപോലെ കരിച്ചും പൊരിച്ചും തിന്നും കുടിച്ചും കഴിച്ചു റമളാൻ ആഘോഷിക്കാൻ അവസാന ഒരു ദിവസം അന്ന് ആഘോഷിക്കാം. പക്ഷെ ആ ആഘോഷം പോലും ആരാധനയുമായി ബന്ധപ്പെടുത്തിയാണ്. റമളാനിൽ കുറഞ്ഞ ഭക്ഷണം, പകല് പാത്രമല്ല, രാത്രിയിൽ ആത്മീയമായ ഒരു നോമ്പുണ്ട്. പകല് പട്ടിണി കിടന്നിട്ട് രാത്രി കണ്ട തോന്നിയാസം കാണിച്ചാല് വാക്ക് നാവിന് ലൈസൻസ് ഇല്ലാതെ വിളിച്ചു പറയുകയും തോന്നിയാസം കാണിച്ചാല് ആ പകൽ ചെയ്ത നോമ്പ് വെറും പട്ടിണിയായി പോകും എന്നുള്ളൊരു
സംശയമില്ല. ആളുകൾ വിചാരിക്കുന്ന നോമ്പ് കുറിച്ചില്ലേ ഇനിയിപ്പോ കുഴപ്പമില്ല, അടികൊടുക്കാണ് പാടി കൊടുക്കാൻ ചിത്രമുള്ള ചിത്രം പറ്റില്ല എന്നുള്ള മോശമായ പ്രവർത്തി റമദാനിന്റെ പകലും രാത്രിയും ഒരുപോലെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നോമ്പുണ്ടാവില്ല എന്നുള്ളതാണ്. നോമ്പ് എന്ന് പറയുന്നത് വെറും ഭക്ഷണപാനീയങ്ങൾ വെടിയിൽ മാത്രമല്ല, ആത്മീയമായ ഒരു തയ്യാറെടുപ്പാണ്. ഈ മഹത്തായ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെസ്റ്റിനേഷൻ, അവിടെ എത്തുമ്പോ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോ എന്താണ് നമുക്ക് ആവശ്യം, അതിനുള്ള ഒരു ഉത്തമമായ ഒരു തയ്യാറെടുപ്പാണ് ഏറ്റവും ബമ്പർ. സാധാരണ നിലയിലെ നന്മകൾക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം. സാധാരണ അള്ളാഹു കാരുണ്യവാനായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. റമദാനിന്റെ മിനിമം 70, 700, 7000, 70,000, അതായത് അൽഫഷ്ദ് 1000 മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള 70,000 ഇരട്ടി പ്രതിഫലം നൽകുന്നു. അപ്പൊ ഖുർആൻ ഓതുക, ഈ ഖുർആൻ അവതരിപ്പിച്ച റമദാൻ മാസം, ഈ ദിവ്യ ഗ്രന്ഥങ്ങൾ ഏറ്റവും മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഈ ദിവ്യ സന്ദേശം, അതിബൃഹത്തായ സന്ദേശം, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കുകയും കുറേശ്ശെ ഖുർആൻ പഠിക്കുകയും ചെയ്യുക എന്നാണ് റമദാൻ. റമദാനിൽ ഖുർആൻ പഠിക്കുക, ഖുർആൻ ചർച്ചകൾ നടത്തുക, ഖുർആൻ മനഃപ്പാഠമാക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ വീട്ടില് കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ആയിരുന്നിച്ച് പറയാം. സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അടുക്കളയിൽ തന്നെ കെട്ടിക്കുടുങ്ങി ഏതാണ്ട് ഒരു അസർ കഴിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സുബഹി കഴിയുന്നതുവരെ അടുക്കളയിൽ മാത്രം കെട്ടിക്കൊടുക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇത് തിന്നും പൊടിച്ചും കരിച്ചും പൊളിച്ചും ചെയ്യാനുള്ള ഒരു മാസമൊന്നുമല്ല. കഴിവിന്റെ വളരെ ലഘുവായ ഭക്ഷണം ഉണ്ടാക്കുക. ആവശ്യത്തിന് കഴിക്കണ്ടെന്ന് പറയില്ല, ആവശ്യത്തിന് ഭക്ഷണം സ്പെഷ്യലൊക്കെ ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് കഴിവിന്റെ പരമാവധി സമയം വിവാദത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള. ഭക്ഷണമേ എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കണ്ടല്ല. ഇത് പത്രങ്ങളിലൊക്കെ റമദാൻ സ്പെഷ്യൽ, ഇവിടത്തെ കോഴിക്കോടത്തെ പ്രത്യേക പ്രദേശങ്ങളുടെ റമദാനിന്റെ സ്പെഷ്യലിന്റെ സമൂസയെക്കുറിച്ചും അതുപോലത്തെ കുറിച്ചൊക്കെ ഉള്ള വലിയ വാർത്തകൾ, ഫീച്ചറുകൾ ഈ പത്രക്കാർക്കും അതുപോലെ തന്നെ മീഡിയക്കാർക്കും ഒക്കെ അവർക്ക് എന്തെങ്കിലും പിടിച്ചിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം, ഈ വെള്ളപ്പൊക്കം ഉണ്ടാവണം, കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ നേതാക്കന്മാർ അടിയുണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴ വേണം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉത്സവം ആഘോഷമാണ്. കാരണം അതൊരു പുതിയ ബിസിനസ്സാണ്. എന്തെങ്കിലുമൊക്കെ മനുഷ്യന്റെ ഒരു സെൻസേഷണൽ ജേർണലിസം എന്നാണ് അതിന് പറയാം. അതായത് ആളുകളെ ഇങ്ങനെ ആകർഷിക്കുന്ന ഒരു പുതിയ ജേർണലിസമാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന സെൻസേഷണൽ ജേർണലിസത്തിന്റെ ഒരു അപാര കേന്ദ്രങ്ങളുള്ള പ്രത്യേകമായ ഒരു ഏർപ്പാടാണ് ഈ മീഡിയ വേൾഡ്. ഇപ്പൊ പ്രിന്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും എല്ലാം സെൻസേഷണൽ ജേർണലിസത്തിന്റെ ചാണകക്കൂട്ടത്തിൽ കെട്ടിക്കൊടുക്കുന്ന തരത്തിലാണ്. കാരണം ചത്തതും അർത്ഥവും തിരിയാതെ, നന്മയും തിന്മയും തിരിച്ചറിയാതെ എന്തുകൊണ്ട് വാരിയായിട്ട് വെള്ളം പോലുള്ള യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് തോന്നുന്നത് തന്നെ എഴുതിയുണ്ട്. ഒരേ സംഗതി ഇന്നും ഒരു വാർത്ത നോക്കുക, എല്ലാ പത്രത്തിലും നോക്കിയാൽ ഓരോരുത്തരുടെയും ഓരോ വെർഷനായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റമദാനിന്റെ സദ്യയെക്കുറിച്ചും റമദാൻ ഇതിനെക്കുറിച്ചൊക്കെ പൊലിപ്പിച്ച് പിന്നെ അതുണ്ടാക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് അവർത്തെ മറക്കാത്ത പെണ്ണുങ്ങളെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വരുന്ന ചില സംസ്കാരങ്ങളൊക്കെ നമ്മുടെ നാട്ടുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോകാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് ഈ റമദാൻ എന്ന ബോധത്തോടുകൂടി അത് പ്രയോജനപ്പെടുത്തുക. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ഒരു അല്ലാഹു അക്ബർ പറഞ്ഞാൽ അതിന് 70-ലധികം പ്രതിഫലമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും ഖുർആൻ ഓതലും സദഖ കൊടുക്കലും സകാത്ത് കണക്കാക്കി മറ്റുള്ളവർക്ക് എത്തിക്കലും പാവങ്ങളെ സഹായിക്കലും അതുപോലെയുള്ള അല്ലാഹുവും അവന്റെ പ്രവാചകനും കാണിച്ച ആ ഉത്തമമായ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്ത് സത്യവിശ്വാസത്തിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൽപ്പാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തുമാക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാ ആളുകൾക്കും പുറത്തുമാക്കി തരണേ. മുന്നേ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് എത്തിച്ചേർന്ന ആളുകളുടെ ഖബറുകളുടെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം
രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇവരുടെ കുറവുകളെല്ലാം പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ റമദാൻ യഥാവിധി വരവേൽക്കാനും സമ്പൂർണമായ ഇബാദത്തിൽ തന്നെ അർപ്പിക്കാനും അതിന്റെ ഉത്തമമായ പ്രതിഫലം നിന്നും ലഭിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആൻ ശരിയായ വിധത്തിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ നിന്റെ തൃപ്തിയിൽ ജീവിച്ച് സംതൃപ്തമായി ഇവിടെ മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇത് തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة